ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമ്മൾ പാലക്കാട് ഫെസ്റ്റ് കാണാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകുന്നത് കേട്ടോ. നമ്മളിത് ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പുറത്തുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ടിക്കറ്റ് കൗണ്ടറിലൊക്കെ നമ്മൾ കുറേ നേരമൊക്കെ വരി നിൽക്കേണ്ടതായിട്ടൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ എൻട്രി പാസ്സൊക്കെ കിട്ടി നമ്മളിതാ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. 120 രൂപയാണ് ഒരാൾക്ക് എൻട്രി പാസ്സായിട്ട് വരുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ആയിട്ട് നല്ല സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന തരത്തിലുള്ള ഇൻസെക്ട്സ്, അതായത് നമ്മുടെ പുൽച്ചാടി, പൂമ്പാറ്റ, തേനീച്ച, നല്ല ഫിനിഷിംഗ് വർക്കോട് കൂടിയ റോബോട്ടിക് എഫക്റ്റ് ഉള്ള വ്യൂ ഒക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അതാ നല്ല തിരക്കായതുകൊണ്ട് ആൾക്കാരെല്ലാവരും വീഡിയോ എടുക്കുന്നതിൻ്റെയും ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഒക്കെ തിരക്കിലാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് നല്ലോണം ഇവിടെ കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ തേനീച്ചയൊക്കെ നോക്കൂ, തേനീച്ചയുടെ കൂടൊക്കെ നല്ല ക്ലിയർ ആയിട്ടാണ് നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല എഫക്റ്റാണ് അതിന്. ഒരു ഒറിജിനാലിറ്റി നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു റോബോട്ടിക് എഫക്റ്റ് തീരെ തോന്നാത്ത തരത്തിൽ അവരിതാ നല്ല അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റിനുള്ള വകയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. 120 രൂപയുടെ നമ്മുടെ എൻട്രി പാസ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലോണം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി ഇതുവരെ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാ നോക്കൂ, തിരക്കായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും വല്ലാതെയൊന്നും ഇവിടുന്ന് പറ്റില്ല. കാര്യം നമ്മൾ എല്ലാവരും ഇവിടെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ പാസ് എടുത്ത് വരുന്നത്. അപ്പോൾ അതാ പൂക്കളൊക്കെ കണ്ടു, എന്തൊരു ഭംഗിയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ പുറത്തേക്കൊന്ന് ഇറങ്ങുകയാണേ. അപ്പോൾ ഇതാ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണെന്ന് ഒരിക്കലും തോന്നിക്കാത്ത തരത്തിൽ ഒരുപാട് ആർക്കുകളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അതിനകത്തുണ്ട്. ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമുക്കിതാ നമ്മുടെ ഏറ്റവും വലിയ വാട്ടർഫാൾസ് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഒപ്പം നല്ല അടിച്ചുപൊളി പാട്ടൊക്കെ ഉണ്ട്. മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്ന് തന്നെ നമുക്ക് ഇവിടെ വിശേഷിപ്പിക്കണം. അതുകൊണ്ട് തന്നെ നല്ല എഫക്റ്റാണ്. നമ്മൾ ഒറിജിനൽ നയാഗ്ര വാട്ടർഫാൾസ് കാണാൻ പോകുന്ന അതേ ഒരു ഭംഗിയോടെയും അല്ലെങ്കിൽ അതേ ഒരു അനുഭവത്തോടെയും നമുക്ക് ഇവിടുന്ന് ഉറപ്പായിട്ടും ഇത് നോക്കി കാണാൻ വേണ്ടി പറ്റും. അതുപോലെ നമ്മുടെ ചില ജീവികൾ, അതായത് ജിറാഫ് തുടങ്ങിയ ജീവികളുടെയൊക്കെ ചിത്രങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഇതാ എല്ലാവരും ഈ വാട്ടർഫാൾസിൽ വെള്ളത്തിൽ നമുക്ക് കളിക്കുന്നതിൻ്റെ ഒക്കെ തിരക്കാണ്. അവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇതാ നമ്മുടെ റോബോട്ടിക് ഡോഗ് ഷോ, അതും നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ഇതിന് സെപ്പറേറ്റ് എന്തോ സമയമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഇതാ വളരെ കൗതുകത്തിൽ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇതാ ഒരു പായ്ക്കപ്പൽ ഒക്കെ നമുക്ക് ഇവിടെ കാണാം, പായ്വഞ്ചി. അതിൻ്റെ മുകളിലൊക്കെ പിള്ളേർ നിറയെ കയറിയിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഏതൊരു ഫെസ്റ്റിന് പോയി കഴിഞ്ഞാലും ഇതുപോലെയുള്ള മാളുകളും അതുപോലെ ചെറിയ ചെറിയ കടകളൊക്കെ നമുക്ക് മസ്റ്റാണല്ലോ അല്ലേ. അപ്പോൾ അവിടെയൊക്കെ കയറി ഫുഡൊക്കെ കഴിക്കാം. പിന്നെ നമ്മൾ കയറുന്നത് ഇതാ നമുക്ക് ഒരുപാട് കളിക്കാനും എൻ്റർടൈൻ ചെയ്യാനും ഉള്ള ഒരുപാട് റൈഡുകളും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഓരോ റൈഡിനും നമ്മൾ സെപ്പറേറ്റ് ഫീ ഒക്കെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള സ്ഥലം, അതായത് ഇവിടെയാണ് നമ്മുടെ ഫ്ലവർ ഷോ നടക്കുന്നത്. ഫ്ലവർ ഷോ ഒരാൾക്ക് ടിക്കറ്റ് 150 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് അത്യാവശ്യം ഫോട്ടോസൊക്കെ നന്നായിട്ട് എടുക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ആയിട്ട് ഇതാ ഇതുപോലെയൊക്കെ കുറേ ചെയറുകളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലൊക്കെയാണ് ഇവിടെ. നല്ല ഭംഗിയായിട്ടാണ് ഇവിടെയൊക്കെ ഇതുപോലെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് കൊണ്ട് അവരിതാ ഒരുപാട് ആർക്കുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. നമുക്കിതിനകത്ത് കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ശരിക്കും ഒരു ഇമാജിനേഷൻ, അതിലുപരി അതിനേക്കാൾ മനോഹരമായിട്ട് നമുക്കിതുപോലെ ഫ്ലവേഴ്സൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇതുപോലെ കുറേ ആർക്കുകളുണ്ട് കേട്ടോ. നമ്പർ ഓഫ് ആർക്കുകളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതേ പൂക്കൾ കൊണ്ട് തന്നെ ഒരുപാട് നമ്മുടെ ശില്പങ്ങൾ, അതായത് വിമാനം, ആന തുടങ്ങിയ ചിത്രങ്ങൾ, അതുപോലെ നമ്മുടെ ഡോള് ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മളിതാ ഇവിടുന്ന് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സൈഡിലായിട്ട് ഒരു ചെറിയ അരുവി ഒക്കെ കാണാനായിട്ട് പറ്റും. ഇതുപോലെ ചെറിയൊരു ഗുഹയുടെ അകത്ത് കൂടെ നമ്മൾ പോകുന്ന ഒരു എഫക്റ്റിലാണ് നമ്മളിത് അതിനകത്ത് കൂടെ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ധാരാളം പൂക്കളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ നല്ല ഭംഗിയാണ്. ഇതിൽ ലൈറ്റ് എഫക്ട്സ് ആണ് എടുത്തു പറയേണ്ടത്. നിറയെ ചെറിയ അരുവികളൊക്കെ സൈഡിലുണ്ട്. അതുപോലെ നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാ കാണുന്നത് പോലെ തത്തമ്മ, അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾക്ക് മാൻമെയ്ഡ് ആയിട്ടുള്ളത് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതുപോലെയൊക്കെയാണ് ഇവിടുത്തെ വ്യൂസൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെയും അത്യാവശ്യം നമ്മുടെ കൗണ്ടറുകളും ഒക്കെ ഉണ്ട്.
അതായത് നമുക്ക് ഓരോ റൈഡുകൾ ഒക്കെ ഇവിടെയും കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നമ്മുടെ നയാഗ്ര വാട്ടർഫാൾസിൻ്റെ അവിടെ മാത്രമല്ല കേട്ടോ, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീടുകൾ, ഇതൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ദാ ഇതുപോലെ നമുക്ക് വിമാനം എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേ, പൂക്കൾ കൊണ്ട് തീർത്തൊരു പുഷ്പ വിമാനം എന്നൊക്കെ നമുക്ക് പറയാം. അതുപോലെ മയിൽ, ഹംസം, അരയന്നം, ആന തുടങ്ങിയ എല്ലാതും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ദാ നോക്കി നോക്കൂ, ആനയ്ക്ക് എന്തൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഡോളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഡോളിനെയൊക്കെ ഞാനിവിടെ കണ്ടു. ഇപ്പോൾ ഇതുവരെയും പോവാത്തവരുണ്ടെങ്കിൽ പോയിക്കോളൂ കേട്ടോ. ഒരുപാട് ദിവസങ്ങൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ നമ്മൾ നേരത്തെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വീണ്ടും കാണാനുണ്ടായിരിക്കും. എല്ലാ ഭാഗത്തും നല്ല പാട്ടുകളൊക്കെ വെച്ചിട്ട് നല്ലോണം എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ ചെറിയ റൈഡിലൊക്കെ എൻ്റെ മോളെ കയറ്റി. അപ്പോൾ ഇതാ ഇത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ നമ്മുടെ ഫ്ലവർ ഷോയിൽ നിന്ന് നമുക്ക് പൂക്കളൊക്കെ മേടിക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ജമന്തി ചെടി മാത്രമാണ് മേടിച്ചത്. ഇതിന് 100 രൂപയായിരുന്നു. ബോഗെയിൻ വില്ല, ജമന്തി, ഓർക്കിഡ് തുടങ്ങിയ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് അതും ഒക്കെ മേടിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.